നീലഗിരി മലനിരകളുടെ മടിത്തട്ടിൽ മൂടൽമഞ്ഞ് പതിയെ ഇറങ്ങി വരുന്നൊരു പ്രഭാതം. പൈൻ മരങ്ങളുടെ ഇലകളിലൂടെ തണുത്ത കാറ്റ് സംഗീതം പാടുമ്പോൾ ഊട്ടിയിലെ ഫെയിൻ ഹില്ലിൽ ഒരു സ്വപ്നലോകം വിരിഞ്ഞു കിടക്കുന്നു. അതാണ് കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ. ഇത് വെറും ഒരു പൂന്തോട്ടമല്ല, പ്രകൃതിയെയും ചരിത്രത്തെയും ഒരുമിപ്പിക്കുന്ന ഒരു ജീവിക്കുന്ന ചിത്രമാണ്. ഈ ഭൂമി ഒരു കാലത്ത് മൈസൂർ രാജവംശത്തിന്റെ സ്വത്തായിരുന്നു. 1967 മൈസൂരിന്റെ അവസാന മഹാരാജാവായ ജയചാമരാജ ഒഡിയാർ ഈ പ്രദേശം കർണാടക സർക്കാരിന് കൈമാറി. വർഷങ്ങൾക്ക് ശേഷം ഈ മലഞ്ചെരുവിനെ മനോഹരമായൊരു അന്തർ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ ഗാർഡനാക്കി മാറ്റാനുള്ള ആശയം കർണാടക ഹോർട്ടിക്കൾച്ചർ വകുപ്പ് യാഥാർത്ഥ്യമാക്കി. ഏകദേശം 38 ഏക്കർ വിസ്തൃതിയുള്ള ഈ ഉദ്യാനം പ്രകൃതിയുടെയും വിനോദസഞ്ചാരത്തിന്റെയും ഭാഗമായി രൂപകൽപ്പന ചെയ്യപ്പെട്ടു. നീണ്ട പരിശ്രമത്തിനും കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കും ശേഷം 2018 ജനുവരിയിൽ ഈ ഉദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. അന്നു മുതൽ ഊട്ടിയുടെ ഏറ്റവും മനോഹരമായ ഉദ്യാനങ്ങളിൽ ഒന്നായി ഇത് മാറി. പൂന്തോട്ടത്തിനുള്ളിലേക്ക് കടന്നാൽ ഓരോ വഴിയും ഓരോ കഥ പറയുന്നു. വർണ്ണാഭമായ റോസ് ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ, ടീ ഗാർഡൻ, ടോപ്പിയറി ശില്പങ്ങൾ, സൻഘൻ ഗാർഡൻ, പച്ചപ്പിനിടയിലെ ചെറുകുളങ്ങൾ, വളഞ്ഞു നീളുന്ന നടപ്പാതകൾ. ഓരോ ഭാഗവും സന്ദർശകരെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. മലനിരകളുടെ പശ്ചാത്തലത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഈ പൂക്കളുടെ ലോകം ഫോട്ടോഗ്രാഫർമാരുടെയും പ്രകൃതി സ്നേഹികളുടെയും കുടുംബസഞ്ചാരികളുടെയും പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുന്നു. ഇവിടെ വിരിയുന്ന ഓരോ പൂവും നീലഗിരിയുടെ തണുത്ത കാറ്റിനൊപ്പം ഒരു പുതിയ ഓർമ്മ സമ്മാനിക്കുന്നു. ഇന്ന് ഈ ഗാർഡൻ ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, 2 സംസ്ഥാനങ്ങളെ പ്രകൃതിയുടെയും സൗഹൃദത്തിന്റെയും സൗന്ദര്യത്തിന്റെയും നൂലിഴകളാൽ ബന്ധിപ്പിക്കുന്ന ഒരു പച്ചപ്പിന്റെ പ്രതീകമാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ പൂക്കളുടെ മേൽ സ്വർണ്ണ വെളിച്ചം പതിയുന്നു. ഞങ്ങളുടെ ഈ യാത്രയിലും ഞങ്ങൾ കണ്ട ഈ ഗാർഡനിലെ ഓരോ സ്ഥലങ്ങളും ഞങ്ങൾക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓരോ ഇടങ്ങളാണ്. ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ടും മൂടൽ മഞ്ഞും ചെറിയ മഴയും അതെല്ലാം നമ്മളുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്നു.